കണ്ണകി മധുരാനഗരം ചുട്ടരിച്ചതിന് ശേഷം അവിടെ നിന്നും നടന്ന് ഇവിടെ ആറ്റുകാല എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. കണ്ണകി ദേവി എന്ന് പറയുന്ന മഹാദേവിയുടെ സാക്ഷാൽ ആദിപരാശക്തിയുടെ അംശാവതാരമാണ്. മധുരാനഗരം ചുട്ടരിച്ചതിന് ശേഷം നടന്ന് ആറ്റുകാലെത്തി. അന്നിവിടെ ഈ പുഴയായിരുന്നു. വളരെയധികം നടന്ന് കാലൊക്കെ ചുട്ടുപഴുത്ത് ആ പുഴയിൽ വെള്ളത്തിൽ വെച്ച് കാല് ചൂടാറ്റി എന്നുള്ളതാണ്. അതാണത്ര ആറ്റുകാല എന്ന് പറയുന്നത്. ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ ഒരു വലിയ മുന്നേറ്റമായിട്ടാണ് നമ്മളെല്ലാവരും കണക്കാക്കുന്നത്. സ്ത്രീകളുടെ ശക്തി ആണ് ഇവിടെ പ്രകടമാകുന്നത്. കാരണം കണ്ണകി ദേവി തന്നെ അനവധി യാതനകൾ അനുഭവിച്ചിട്ടുള്ള ഒരു ഒന്നാണ്. അതിൽ നിന്നുള്ള രോഷം കൊണ്ടിട്ടാണല്ലോ ശരിക്കും സംഹാര ദുർഗയായിട്ട് മാറുന്ന മധുരാനഗരം ചുട്ടരിക്കുന്നത്. സ്ത്രീകളുടെ ഒരു ശാക്തീകരണത്തിന് ഒരു അധിഷ്ഠാന ദേവതയായിട്ട് തന്നെ ഈ ആറ്റുകാലമ്മയെ നമുക്കിത് കാണാവുന്നതാണ്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് കൊടുങ്ങല്ലൂർ മേൽശാന്തി ആയിട്ടുള്ള ത്രിവിക്രമൻ അടികളാണ്. തിരുമേനി, നമുക്കറിയാം കാപ്പുകെട്ടി കുടിയിരിക്കുക എന്ന് പറയുന്ന ചടങ്ങിലൂടെ നമുക്ക് ഇവിടെ കൊടുങ്ങല്ലൂർ ദേവിയെയാണ് ഇവിടെ ആവാഹിച്ച് കൊടിയിരുത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, എന്താണ് കൊടുങ്ങല്ലൂർ അമ്മയും ആറ്റുകാലമ്മയും തമ്മിലുള്ള ബന്ധം എന്നുള്ളത്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. കൊടുങ്ങല്ലൂരമ്മയും ആറ്റുകാലമ്മയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമ്മുടെ കണ്ണകിയുടെ ചരിത്രം ഒന്ന് പറയേണ്ടി വരിക്കുന്നു. അതായത് കണ്ണകി മധുരാനഗരം ചുട്ടരിച്ചതിന് ശേഷം അവിടെ നിന്നും നടന്ന് ഇവിടെ ആറ്റുകാല എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അന്ന് ആ കാലഘട്ടത്തിൽ ഇവിടെ പുഴയോരമായിരുന്നു. അപ്പോൾ ആ സമയത്ത് കണ്ണകി ദേവി എന്ന് പറയുന്ന മഹാദേവിയുടെ സാക്ഷാൽ ആദിപരാശക്തിയുടെ അംശാവതാരമാണ്. അപ്പം അങ്ങനെ ദേവി മധുരാനഗരം ചുട്ടരിച്ചതിന് ശേഷം ഇങ്ങനെ നടന്ന് ആറ്റുകാലെത്തി. അന്നിവിടെ ഈ പുഴയായിരുന്നു. അപ്പോൾ വളരെയധികം നടന്ന് കാലൊക്കെ ചുട്ടുപഴുത്ത് ആ പുഴയിൽ വെള്ളത്തിൽ വെച്ച് കാല് ചൂടാറ്റി എന്നുള്ളതാണ്. അതാണത്ര ആറ്റുകാല എന്ന് പറയുന്നത്. അങ്ങനെ സ്ഥലനാമം വരാൻ കാരണം. അതിനുശേഷം അവിടെ ഒരു കല്ലിൽ വളരെ വിവശയായിട്ട് ഇരുന്ന സമയത്ത് അവിടെ അലക്കിക്കൊണ്ടിരുന്ന സ്ത്രീകൾ ഒരു കരത്തിൽ കുറച്ച് അരി വേവിച്ചിട്ട് ഈ കണ്ണകി ദേവിക്ക് സമർപ്പിച്ചു എന്നുള്ളതാണ്. അതാണ് ആറ്റുകാൽ പൊങ്കാല ആയിട്ടുള്ളത് ആഘോഷിക്കുന്നത് എന്നുള്ളതാണ്. പിന്നീട് അവിടെ ദേവിയുടെ ചൈതന്യം അവിടെ ഉണ്ടായി. ദേവി അവിടുന്ന് കണ്ണകി ദേവി അവിടുന്ന് പോയി. എന്നിട്ട് ഇടുക്കിക്കടുത്തുള്ള മംഗളാദേവി ക്ഷേത്രത്തിൽ കുമളിയ കാടിനുള്ളിലുള്ള വർഷത്തിലൊരു ദിവസം മാത്രമേ ഇപ്പോൾ അവിടെ ക്ഷേത്രം നട തുറക്കാറുള്ളൂ. അവിടെ വെച്ചിട്ടാണ് സ്വർഗാരോഹണം ഉണ്ടായെന്ന് പറയുന്നു. അപ്പോൾ ഈ മധുരാനഗരം ചുട്ടരിച്ചതിന് ശേഷം കണ്ണകി വലിച്ചെറിഞ്ഞ ചെലമ്പ് കൊടുങ്ങല്ലൂരിനടുത്ത് ഏകദേശം ഒരു കൊടുങ്ങല്ലൂർ പള്ള ക്ഷേത്രത്തിൻ്റെ ഏകദേശം ഒരു തെക്ക് ഭാഗത്തൊരു 300 അടി അകലത്താണ് വന്ന് വീണതെന്നും അന്നത്തെ രാജാവായിരുന്ന ചേരൻ ചെങ്കുട്ടവനെ സ്വപ്ന ദർശനമുണ്ടായി. അവിടെ ദേവിയുടെ ചൈതന്യം ഉണ്ടാവുന്നു, ദേവിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്നുള്ള ഒക്കെ ഒരു സ്വപ്ന ദർശനം ഉണ്ടായതിൻ്റെ ഫലത്തിൽ ഹിമാലയത്തിൽ നിന്ന് അഞ്ജനശില കൊണ്ടുവന്നിട്ട് കണ്ണകി ദേവിയുടെ പ്രതിഷ്ഠ ചെയ്തു എന്നുള്ളതൊക്കെയാണ്. അതിനുശേഷം പിന്നീട് കൊടുങ്ങല്ലൂർ ക്ഷേത്രം ഒരു ഏകദേശം ഒരു 850 വർഷത്തിന് മുമ്പ് ഒരു നവീകരണം നടന്ന സമയത്ത് അവിടുത്തെ ദേവി ചൈതന്യത്തെ ആവാഹിച്ച് കൊടുങ്ങല്ലൂർ ഇപ്പോഴുള്ള ക്ഷേത്രത്തിലേക്ക് അമ്മയിലേക്ക് ബിംബത്തിലേക്ക് ലയിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രവും ഇവിടെ ഈ ആറ്റുകാലും ഉള്ള ഈ ക്ഷേത്രമായിട്ടുള്ളൊരു ബന്ധം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ ഒരു വലിയ മുന്നേറ്റമായിട്ടാണ് നമ്മളെല്ലാവരും കണക്കാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പൊങ്കാല മഹോത്സവം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ആചരണത്തിലേക്കൊക്കെ എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്നുള്ളതിനെ കുറിച്ച് കൂടി. അത് ഈ പൊങ്കാല നിവേദ്യം ആദ്യം ചുരുങ്ങിയ തോതിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്താണ് ഇപ്പോൾ ഇതിനധികം വളരെ വ്യാപ്തി വന്നതും എല്ലാം സ്ത്രീജനങ്ങളും അതിലേക്ക് സ്ത്രീജനങ്ങളെന്നല്ല എല്ലാവരും അതിലേക്ക് ആകർഷിക്കപ്പെട്ടതും അമ്മയെ ആരാധിക്കാനൊക്കെ ആയിട്ട് എത്തിച്ചേർന്ന അടുത്ത കാലത്താണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, സ്ത്രീകളുടെ ശക്തി ആണ് ഇവിടെ പ്രകടമാകുന്നത്. കാരണം കണ്ണകി ദേവി തന്നെ അനവധി യാതനകൾ അനുഭവിച്ചിട്ടുള്ള ഒരു ഒന്നാണ്. അതിൽ നിന്നുള്ള രോഷം കൊണ്ടിട്ടാണല്ലോ ശരിക്കും സംഹാര ദുർഗയായിട്ട് മാറുന്ന മധുരാനഗരം ചുട്ടരിക്കുന്നത്. അപ്പം അങ്ങനെ സ്ത്രീകളുടെ ഒരു ശാക്തീകരണത്തിന് ഒരു അധിഷ്ഠാന ദേവതയായിട്ട് തന്നെ ഈ ആറ്റുകാലമ്മയെ നമുക്കിത് കാണാവുന്നതാണ്. ഇവിടെ എല്ലാവരും നമുക്കറിയാം കണ്ണകി എന്ന് പറയുമ്പോൾ ഒരു രൗദ്രഭാവം ഉണ്ടെങ്കിലും ഇവിടെ മാതൃസ്വരൂപത്തിലാണ് അമ്മയുള്ളത്. എല്ലാവർക്കും മാതൃവാത്സല്യത്തോട് കൂടിയിട്ടാണ് അമ്മയുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണത്. ഇപ്പോൾ നമ്മൾ കണ്ണകി ഇപ്പോൾ കൊടുങ്ങല്ലൂർ അമ്മയെ തന്നെയും പലരും ഭദ്രകാളി സ്വരൂപത്തിലൊക്കെ കാണുന്നുണ്ടെങ്കിലും ശരി, ഈ സാക്ഷാൽ ആദിപരാശക്തിയായിട്ടുള്ള 84 ലക്ഷം ജീവരാശികളുടെ അമ്മയായിട്ടുള്ളതാണ്. അപ്പോൾ ആ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതൃഭാവം തന്നെയാണ് അവിടെ അമ്മയ്ക്കുള്ളത്. എല്ലാ മക്കളും ഒരേപോലെ തന്നെയാണ്.
അപ്പോൾ അമ്മയിലും ഉണരുന്ന മാതൃഭാവം തന്നെയാണ്. അതുതന്നെയാണ് ഇവിടെ ആറ്റുകാലിലും കൊടുങ്ങല്ലൂരും ഒക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇന്ന് കൊടുങ്ങല്ലൂർ അമ്മയുടെ ആ ചൈതന്യത്തെ ആവാഹിച്ച് കാപ്പ് കെട്ടി കുടിയിരുത്തി ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നു ചേരുന്ന എല്ലാ ഭക്തന്മാർക്കും ആറ്റുകാലമ്മയുടെയും ആദിപരാശക്തി കൊടുങ്ങല്ലൂരമ്മയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.